നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല കണ്ടംപററി ഡിസൈനായിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വട്ടിയൂർക്കാവിന് സമീപം, തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം പണി തീർന്ന് അവിടെ താമസവും ആയ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ആൾ താമസവും കാര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ഈ വീട് വന്നിട്ടുള്ളത്. നിരന്ന ഭൂമി തന്നെയാണ്, ലോറി സൈറ്റാണ്. വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ടാറിട്ട ഫ്രണ്ടേജാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. 400 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് 400 സെൻറ്റ് സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 1600 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഈ വീടിന് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് പണി ചെയ്ത് തീർത്ത മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത്. ഫുൾ നമുക്ക് സ്ട്രിപ്സ് ബാർ, മറ്റേ നമ്മളെ സ്റ്റീലിൻ്റെ ബാർ സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എലിവേഷനിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വീടാണ്. നമുക്കതിനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നല്ല ഡെക്കറേഷനായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറി നമുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്കൊന്ന് കടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ എൻട്രൻസ് നമുക്ക് ഇത്രയും വീതിയുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം നമ്മളെ വീടിനകത്ത് നല്ല വലിയ വണ്ടിയും SUV മോഡൽ കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള, അകത്തോട്ട് കയറാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് പോവാം. വീടിൻ്റെ കോമ്പൗണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫുള്ളി നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ, നമുക്ക് ഒരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. തൊട്ട് 2 സൈഡിൽ നമുക്ക് ഇതുപോലെ ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടേജ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കാർ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്ത് തീർത്താൽ നമുക്ക് പില്ലറും കാര്യങ്ങളൊക്കെ ഈ ഒരു കവേർഡ് കാർ പാർക്കിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ്. 8x4 ഡയമെൻഷനിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഈ ഒരു പോർഷൻ, സിറ്റ് ഔട്ട് എന്നുള്ള പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോറ്. മെയിൻ ഡോർ നമുക്ക് ഫുള്ള് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് 2 നമുക്ക് പാളി വരുന്ന ഒരു ഡോറ് കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീട് നമുക്ക് വാസ്തുപ്രകാരം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോവാം. സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിവിങ് ഏരിയ വിത്ത് അട്രാക്റ്റീവായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ആയ ടൈൽസും കാര്യങ്ങളും, പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x14 നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഡയമെൻഷൻ നമുക്ക് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഗ്രേ, നമുക്ക് ഗ്ലോസി ഗ്രേ ആണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് TV യൂണിറ്റ് ഏരിയ എല്ലാം നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാക്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാൾപേപ്പർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല ബോർഡിൽ നമുക്ക് TV യൂണിറ്റ് ഏരിയ നമുക്ക് ചെയ്താണ് തീർത്തിട്ടുള്ളത്. എത്ര വലിയ TV ആയാലും നമുക്ക് ബൗണ്ട് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സൈഡിൽ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഫുള്ള് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഇടുന്ന ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഉഡൻ പാറ്റേൺ അതുപോലെ തന്നെ ഉഡൻ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നതും. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ചെറിയൊരു പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ബോർഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് പാർട്ടീഷൻ്റെ ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ നമുക്കത് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നു. ഈ കാണുന്നതാണ് നമുക്ക് ഡൈനിങ് ഏരിയ പോർഷൻ വരുന്നത്. 12x10 നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു
ഡൈമെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് വരുന്ന ഈ ഒരു ചുമര് മുഴുവൻ നമുക്ക് വുഡ് പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റെയറിൻ്റെ അടിയിൽ വരെ നമുക്ക് ആ ഒരു പാനലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് ചെറിയ സ്റ്റോറേജ് പോർഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ടെക്സ്ചർ വർക്ക് വരുന്ന വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ്. ഒരു സ്മാർട്ട് മിററും അതുപോലെ തന്നെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും യൂസ് ചെയ്തുകൊണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ പണിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. കളർ തീം ആയാൽ പോലും നല്ല എലഗൻറ്റ് രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ വർക്ക് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കിച്ചൺ നമുക്കൊരു ഓപ്പൺ മോഡുലർ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ്. ഡൈനിങ് ഏരിയയിലോട്ട് വരുന്ന പാർട്ടീഷൻ നമുക്ക് കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കിച്ചൻ്റെ ഒരു എൻട്രൻസിലോട്ട് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിച്ചൺ. നല്ല കളർ തീം ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഫ്ലോറിങ് നോക്കുമ്പോഴത്തേക്കും പ്രീമിയം രീതിയിലുള്ള ടൈൽസ്, അതുപോലെ തന്നെ നമുക്കിത് വന്നിട്ടുള്ളത് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്തിട്ടുള്ളതും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതും. അതുകൊണ്ട് മുകളിലും താഴെയുമായിട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ താഴെ കൊടുത്ത് അട്രാക്റ്റീവായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. 12x14 നമുക്ക് കിച്ചൻ്റെ ഒരു ഡൈമെൻഷൻ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓൾറെഡി ചിമ്മിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡാണ്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. വീടിന് നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ വർക്ക് ഏരിയ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയയുടെ ഭാഗമെല്ലാം വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഒരു സിങ്കും അതുപോലെ തന്നെ സ്ലാബും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ നമുക്കിവിടെ വർക്ക് ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നമുക്ക് 3 BHK ആണ് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമ്മൾ പോകുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന അത്യാവശ്യം വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ് തന്നെയാണ് ഈ ഒരു റൂമിൽ വന്നിട്ടുള്ളത്. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാൾ റൂപ്സ് നമുക്ക് ഈ ഒരു റൂമിൽ ഓൾറെഡി ഇൻബിൽഡ് ആണ്. മനോഹരമായ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് മെയിനായിട്ട് നൽകിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു നല്ല 3/4 പോർഷൻ വരെ നമുക്ക് ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ കണക്ഷൻ എല്ലാം നമുക്ക് എടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ തടിയുടെ വർക്ക് വരുന്ന ഹാൻഡിൽസാണ് നമുക്ക് വന്നിട്ടുള്ളത്. പ്ലാവിൻ തടിയിലാണ് നമുക്ക് ഈ ഒരു പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. നേരെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചുമര് മുഴുവൻ ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഫർഗോള മോഡലും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് പോലെ നമുക്ക് ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്കെത്തും. ഫസ്റ്റ് ഫ്ലോറിലത്തെ ഒരു വ്യൂ ആണ് നമ്മളിപ്പം കാണുന്നത്. ഒരു എൽ ഷേപ്പിലെ മോഡൽ വരുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാളിൽ കിട്ടുന്നത്. 15x12 നമുക്ക് ഈ ഒരു ഹാളിൻ്റെ എൽ ഷേപ്പ് ഹാളിൻ്റെ ഡയമെൻഷൻ നമുക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള സ്പേസും അതിനുള്ള ഔട്ട്ലെറ്റും ഇലക്ട്രിസിറ്റി ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
തൊട്ട് ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ രീതിയിൽ വരുന്ന വിൻഡോയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സ്റ്റീൽ ബാർസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ വരുന്നത്. ഫ്ലോറിംഗ് ആയിട്ടുള്ള ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ്, താഴെ കണ്ടതുപോലത്തെ ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഒതുങ്ങിയ ഒരു സ്ഥലത്ത് നമുക്ക് വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്പോട്ട് ലൈറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഹാൾ, അതുപോലെ തന്നെ 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നത്. നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം തന്നെയാണ് വന്നിട്ടുള്ളത്. 14x13 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള ഒരു റൂം. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മോഡലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ വാർഡ്രോബ്സ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ താഴത്തെ ബെഡ്റൂമിൽ വന്നതുപോലെ തന്നെയാണ് വാർഡ്രോബ്സ് നമുക്ക് ഇവിടെ ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സൈഡ് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രീമിയം രീതിയിൽ വരുന്ന മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3/4 വരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ടൈൽസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. നമുക്ക് നേരെ തന്നെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 20x13 നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹാളിൽ കണ്ടതുപോലത്തെ ഒരു വിൻഡോ, ഓപ്പൺ മോഡൽ രീതിയിലുള്ള വിൻഡോയും അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി യൂണീക്ക് മോഡലാണ് ഈ ഒരു ഏരിയയിൽ കവർ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് റൂമിനകത്ത് രാവിലെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് വീടിനകത്ത് ഫുൾ വെളിച്ചം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് വീടിൻ്റെ ഈ ഒരു ബെഡ്റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫുള്ളി നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് കണ്ടതുപോലെ തന്നെ ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഒരു വാൾഡ്രോബ്സ് കൂടാതെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിൽ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3/4 ഏരിയയിൽ തന്നെ നമുക്ക് ഇതുപോലെ ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം തന്നെയാണ് നമ്മുടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. അത്യാവശ്യം വിശാലമായ രീതിയിലുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 16x6 ഡയമെൻഷനിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ബാൽക്കണിയാണ് അവിടെ വരുന്നത്. ഈ ഒരു ഭാഗം മുഴുവൻ നമുക്ക് ഗ്ലാസിൻ്റെ ഒരു വിൻഡോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗം മുഴുവൻ നമ്മൾ നോക്കുക ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള സ്റ്റീലിൻ്റെ വർക്കും കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഹാൻഡിൽസാണ്. ഫോൾ സീലിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് മുഴുവൻ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു സ്ട്രിപ്പ് ലൈറ്റിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. ടെറസിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നല്ല മനോഹരമായ 3,400 സെൻറ്റിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത അടിപൊളിയായിട്ടുള്ള 3 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന കണ്ടംപററി ഡിസൈനിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 70 ലക്ഷമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ ഈ പ്രൈസ് ഡീറ്റെയിൽസോ അതായത് ലൊക്കേഷൻ ഡീറ്റെയിൽസോ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട് നമുക്ക് ഫെയർ പ്രൈസിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും
ഒരു 100 മീറ്ററിനകത്ത് വരുന്ന ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 70 ലക്ഷമാണ്, 70 ലാക്സ് ആണ്, തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടുത്തെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.